ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗായത്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നവരാത്രിയുടെ ദ്വിതീയ ദിനമാണ്. ഇന്ന് ദേവിയെ നമ്മൾ നവദുർഗാഭാവത്തിലെ ബ്രഹ്മചാരിണി എന്ന രൂപത്തിലാണ് ആരാധിക്കാറുള്ളത്. ഏവർക്കും നമ്മുടെ നവരാത്രി സീരീസിലെ 2ാം ദിവസത്തിലേക്ക് സ്വാഗതം. നവരാത്രിയുടെ ഈ 2ാം ദിനത്തിൽ നമുക്ക് ദേവിയുടെ നവദുർഗാ ഭാവങ്ങളിലൂടെ ഒന്ന് കടന്നു വരാം. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകാന്ത, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാലരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി. ബ്രഹ്മം എന്ന വാക്കിനർത്ഥം തപസ്യ എന്നതാണ്. ചാരിണി എന്ന വാക്കിനർത്ഥം ആചരിക്കുന്നവൾ എന്നതാണ്. ബ്രഹ്മചാരിണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തപസ്സിനെ ആചരിക്കുന്നവൾ എന്നതാണ്. ഒരു കവിൾ വെള്ളമോ ഒരു ഇല പോലും സേവിക്കാതെ അതിഘോരമായ തപസ് എടുക്കുന്ന ദേവിയുടെ ഈ ഭാവത്തിന് അപർണ എന്ന നാമവും കൂടി ഉണ്ട്. ബ്രഹ്മചാരിണി രൂപത്തിൽ ദേവി വെള്ള വസ്ത്രം അണിഞ്ഞ് കയ്യിൽ കമണ്ഡലവും രുദ്രാക്ഷവും ധരിച്ച് ഭഗവാൻ മഹാദേവനെ ഘോര തപസ് ചെയ്യുന്ന ഭാവമാണ് ദേവിയുടേത്. നമ്മൾ ഇന്നേ ദിവസം ബ്രഹ്മചാരിണി ദേവിയെ ആരാധിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹ സഫലീകരണവും നിശ്ചയദാർഢ്യവും മാത്രമല്ല പരിശ്രമിക്കാനുള്ള വലിയ ശക്തിയും വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഏതൊരു സ്ത്രീയുടെയും ആഗ്രഹമാണ് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ വരനായി ലഭിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നവദുർഗാ ഭാവത്തിലെ ബ്രഹ്മചാരിണി രൂപത്തിൽ ദേവി പാർവതിയെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് നല്ലൊരു വിവാഹ ജീവിതവും നല്ല ദാമ്പത്യ ജീവിതവും മാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ തന്നെ നമുക്ക് വരനായി ലഭിക്കുകയും ചെയ്യും. യാ ദേവി സർവഭൂതേഷു മാ ബ്രഹ്മചാരിണി രൂപേണ സംസ്ഥിതാം നമസ്തസ്യേ 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 നമോ നമഃ. ഈ മന്ത്രത്തിലൂടെ നിങ്ങൾക്ക് ബ്രഹ്മചാരിണി ദേവിയെ ആരാധിക്കാം. ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണവും സാധ്യമാവുന്നതാണ്. സുരവരവർഷിണി ദുർധരധർഷിണി ദുർമുഖമർഷിണി ഹർഷരതി ത്രിഭുവനഭൂഷിണി ശങ്കരതോഷിണി കിൽബിഷമോഷിണി ഘോഷരതി ധനുജനിരോഷിണി ദിതിഷുതരോഷിണി ദുർമുതശോഷിണി സിന്ധുസുധേ ജയ ജയ ഹേ महिषासुरमर्दिनि രമ്യകവർദിനി ശൈലസുധേ. ഇപ്പോൾ ഞാൻ ഉരുവിട്ടത് മഹിഷാസുരമർദിനി സ്തോത്രത്തിന്റെ 2ാമത്തെ സ്റ്റാൻസയാണ് കേട്ടോ. ഇതിന്റെ അർത്ഥം ഇങ്ങനെയാകുന്നു: തന്റെ ഭക്തർക്കും സൽപ്രവർത്തികളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്കും പൂർണ്ണമായ പുണ്യവരദാനങ്ങൾ പ്രദാനം ചെയ്യുന്ന ദേവി, മാത്രമല്ല ദുഷ്പ്രവർത്തികളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് മർദ്ദിനിയാകുന്ന ദേവി, ലോകങ്ങളെയും പരിപാലിക്കുന്ന ദേവി, ഭഗവാൻ ശിവശങ്കരനെ പ്രീതിപ്പെടുത്തുന്ന ദേവി, പാപഭാരങ്ങളെ കഴുകിക്കളയാൻ പ്രാപ്തിയായ ദേവി, ധനുവിന്റെയും ദിതിയുടെയും മക്കളോട് കോപമുള്ള ദേവി, അഹങ്കാരികളെ നിരുത്സാഹപ്പെടുത്തുന്ന ദേവി, സമുദ്രത്തിന്റെ മകളായ ദേവി, പർവ്വത നരേശനായ ഹിമവാന്റെ പുത്രിയാണ് ദേവി, മാത്രമല്ല മഹിഷാസുരന്റെ മർദ്ദിനിയുമാണ് ദേവി. ഏവർക്കും ബ്രഹ്മചാരിണി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു നവരാത്രി എല്ലാവർക്കും നേരുന്നു. ജയ ശ്രീകൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ.